നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് ആ കേസിന്റെ അപ്ഡേഷൻ എന്തായി. ഒരു 2 മിനിറ്റ് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞേക്കാം. വേറൊന്നുമില്ല. കോടതിയിൽ അവർ ഇത് കൊടുത്തിരുന്നു, അവർ ജാമ്യം തള്ളിയപ്പോഴത്തേക്ക് ഒന്നുകിൽ സറണ്ടർ ചെയ്ത് അറസ്റ്റ് ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ചിന് അത് പോയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവർ 3 പേര് സറണ്ടർ ചെയ്തു. 3 പേരും ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊരു ജയിലിലാണ്, അട്ടക്കുളങ്ങരയുള്ള വനിതാ ജയിലിൽ നിന്ന് അവിടെ കിടക്കുകയാണ്. അതാണ് അപ്ഡേറ്റ്. ഇനിയിപ്പോൾ അവരെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിരുന്നു 2 പേരെ, ഇനി ഒരാളെ കൂടി കൊണ്ടുവരും. അതെല്ലാം കഴിഞ്ഞാണല്ലോ കുറ്റപത്രം കൊടുക്കുന്നതും മുന്നോട്ടുള്ള ഇത് പോകുന്നതും. അതെല്ലാം ക്രൈംബ്രാഞ്ചാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നൊരു സംഭവമായിരുന്നു. അവർ ആദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ, ചെയ്തതിന് ശേഷവും നമ്മൾ അവർക്കൊരു ലോങ് റോപ്പ് എന്നൊക്കെ പറയില്ല, നമ്മൾ കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. ഇന്ന് അവരുടെ ജീവിതം പ്രയാസത്തിലാണ്. അതാണ് നമ്മൾ തെറ്റുകൾ അറിഞ്ഞിട്ട്, അറിയാതെ നമ്മളൊക്കെ തെറ്റ് ചെയ്യായിരിക്കും. നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട് തെറ്റാണെന്നുള്ള, അല്ലാതെ അറിഞ്ഞുകൊണ്ട്. അവിടെ കഴിഞ്ഞവണയും പറഞ്ഞു, നമ്മളെ ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ല മാന്യന്മാരാവേണ്ടത്, ആരും നോക്കാത്ത അവസ്ഥയിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു. കാരണം പ്രകൃതിയുടെ ക്യാമറ ഇസ് ഓൾവേസ് വർക്കിംഗ്. ഈ CCTV ഒക്കെ ഓഫായിരുന്നാലും അതിൽ പെട്ടില്ലെങ്കിലും നേച്ചേഴ്സ് ക്യാമറ ഈസ് വെരി പവർഫുൾ. ഇറ്റ്സ് 24/7. എവിടെ ഇരുന്നാലും പിടിക്കും. അതുകൊണ്ട് ആനന്ദിക്കാം, എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ തെറ്റ് ചെയ്തതുമല്ല, തെറ്റ് ചെയ്തതിന് ശേഷം തെറ്റ് ചെയ്യാത്ത നമ്മളെ തെറ്റുകാരാണെന്ന് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞപ്പോൾ അത് പ്രകൃതിക്ക് താങ്ങാൻ വയ്യാത്ത തകരാറായിപ്പോയി. അവർ ചിലപ്പോൾ ഇതോടെ പഠിച്ച് നല്ലവരാവട്ടെ, അത്രേ പറയാനുള്ളൂ. അവരുടെ വീട്ടിലൊക്കെ കംപ്ലീറ്റ്ലി ദുഃഖവും വിഷമവും ആയിരിക്കും. അവർ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ തിരിച്ചടിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ജയിലിൽ ചിലപ്പോൾ അവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നുണ്ടാവും, ഇതൊന്നും വേണ്ടായിരുന്നു,